ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ കറണ്ട് റീഡിങ്ങിലേക്കും ഇന്ന് നിങ്ങൾക്ക് ഡിവൈനും യൂണിവേഴ്സും നൽകുന്ന മെസ്സേജിലേക്കും നമുക്ക് പോയാലോ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ട് തുടങ്ങും. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്നവർ വീഡിയോയുടെ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് കാണുക. പോസിറ്റീവ് എനർജി മാത്രം ക്ലെയിം ചെയ്തെടുക്കുക, നെഗറ്റീവിനെ എല്ലാം വിട്ടേക്കുക. നിങ്ങളുടെ ഇന്നത്തെ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ ശത്രുവിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം, നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചവരുടെ, നിങ്ങളെ വേദനിപ്പിച്ചവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളെ വേദനിപ്പിച്ചവർ ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, അവർക്ക് നിങ്ങളെ തകർക്കാൻ പല കാര്യങ്ങളിലുള്ള പ്രവൃത്തികൾ അവർ ചെയ്തിട്ടും നിങ്ങളെ അവർക്ക് തകർക്കാൻ സാധിച്ചില്ല ഇതുവരെ. ആ വ്യക്തി ആരാണെന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ആരാണെന്നും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ ഒരു സത്യം നിങ്ങൾ മുന്നേ മനസ്സിലാക്കിയതാണ്. നിങ്ങളെ തകർക്കാൻ ശ്രമിച്ച ശത്രു ആരാണ്, അവരാണ് നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചത്. അതറിഞ്ഞ് നിങ്ങൾ പലപ്പോഴും ഇവരെന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്ന ഒരു ചിന്താഗതി എപ്പോഴും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ശത്രു ഇപ്പോൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങളെ തകർക്കാൻ ശ്രമിച്ച ആ ശത്രുവിന് ഇപ്പോൾ നാശത്തിലേക്ക് പോകുന്നൊരു സിറ്റുവേഷനാണ് ആ ശത്രു ഇപ്പോൾ നിൽക്കുന്നത്. നാശമെന്ന് പറയുമ്പോൾ ഇപ്പോഴും നിങ്ങളെ തകർക്കണം, ഇപ്പോഴും നിങ്ങളെ നശിപ്പിക്കണം എന്ന് മാത്രമാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തല പുകഞ്ഞ് ആലോചിക്കുന്ന ഒരു സിറ്റുവേഷനും തല തിരിഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷനുമാണ്. എല്ലാ രീതിയിലും നിങ്ങളുടെ ഒരു നാശം കാണണമെന്ന് ആഗ്രഹിച്ചെടുത്ത് നിങ്ങൾ മുന്നോട്ട് വളരെ ശക്തമായിട്ട് നിങ്ങൾ പോകുന്ന കണ്ടിട്ട് അവർക്ക് എന്താണ് ഇതിനകത്ത് ബാക്കിൽ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ അവരറിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് അവരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ അവരെ മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകുന്നതെന്നും അവർ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനുള്ളൊരു പ്രൊട്ടക്ഷൻ എടുത്തിട്ടുണ്ട്. നമ്മളിലേക്ക് വരാതിരിക്കാനുള്ള അവരുടെ എന്ത് രീതിയിലുള്ള ദോഷമാണെങ്കിലും എന്ത് രീതിയിലുള്ള പ്രവൃത്തികളാണെങ്കിലും നമ്മളെ ബാധിക്കാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ നിങ്ങൾ എന്തായാലും എടുത്തിട്ടുണ്ട്. ആ പ്രൊട്ടക്ഷൻ അനുസരിച്ചാണ് ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർ മൂലം വലിയ വിഷയങ്ങൾ താണ്ടി വന്ന നിങ്ങൾ ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മൂലം നിങ്ങൾ നിൽക്കുന്നുണ്ട്. എങ്കിലും നിങ്ങൾ ആരുടെയും മുമ്പിൽ തലകുനിക്കരുത്. എനിക്ക് ആരുടെയും മുമ്പിൽ കരഞ്ഞു നിൽക്കാൻ താല്പര്യമില്ല. എനിക്ക് എൻ്റെതായ കഴിവും എൻ്റെതായ രീതിയുമുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെതായ രീതി വളരേണ്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ആരുടെയും മുമ്പിൽ ഞാൻ തല കുനിക്കില്ല. ആരുടെയും മുമ്പിൽ ഞാൻ ഒരു അടിമേനെ പോലെ നിൽക്കില്ല. ആരുടെയും മുമ്പിൽ ഞാൻ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കില്ല എന്നൊരു പ്രത്യേക ഉറച്ച വിശ്വാസമുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളെ തകർക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ അവർ മൂലം കുറേയധികം പ്രശ്നങ്ങൾ അനുഭവിച്ചു. അവരാന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അത്രത്തോളം നിങ്ങൾ കൂടെ നിർത്തി സ്നേഹിച്ച, അല്ല നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, നിങ്ങളുടെ കൂടെ പല രീതിയിലും കൂടെ നിന്നിരുന്ന ഒരു വ്യക്തികളാണ് നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചു എന്നറിഞ്ഞപ്പോൾ ആ ഒരു ഇതിൽ നിങ്ങൾക്കൊരു മുക്തി നേടാൻ കുറേയധികം സമയമെടുത്തു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ ഒരു പ്യുവറായിട്ട് നല്ല രീതിയിലുള്ള ഇതിൽ പോകുന്നൊരു വ്യക്തിയാണ്. കാരണം ഇപ്പോൾ അവരെന്ത് ശ്രമിച്ചാലും നിങ്ങളെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷനാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. അത് നിങ്ങളുടെ മനോധൈര്യവും നിങ്ങളുടെ ആ ഒരു പ്യുവറായിട്ടുള്ള ഒരു ഓറയുമാണ്. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ വളരെ സക്സസ് ആയിട്ട് കൊണ്ടുപോകുന്നത്. അതിനകത്ത് നമ്മൾക്കുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലാതെ ഈ ശത്രു ഉണ്ടാക്കുന്ന യാതൊരുവിധ പ്രശ്നങ്ങളും നിങ്ങളെ താണ്ടുന്നില്ല, നിങ്ങളെ തേടി വരുന്നില്ല. കാരണം അത് അവർക്കിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. കാരണം ഇപ്പോൾ അവർ നിങ്ങളെ ഭയക്കുന്നു. നിങ്ങളുടെ ആ ഒരു മാറ്റം, അവർ മുന്നേ നിങ്ങളെ കണ്ടെത്തി നിങ്ങളിപ്പോൾ ഇത്രയും മാറി. അവർ മുന്നേ നിങ്ങൾ കരഞ്ഞും വിഷമിച്ചും ഒരു മൂലയ്ക്കിരുന്ന് കണ്ട അവസ്ഥയിൽ നിന്ന് ഇത്രയും നിങ്ങൾ മാറിയത് കണ്ടപ്പോൾ അവർക്കിപ്പോൾ ഒരു ഭയം. നിങ്ങളെന്താണ് ഇങ്ങനെ മാറിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അവരാഗ്രഹിക്കുന്ന പോലുള്ള ഒരു തിരിച്ചടി കിട്ടാത്തത്. അവരാഗ്രഹിച്ചിരുന്നത് നിങ്ങളെ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ കാണണം എന്നായിരുന്നു. പക്ഷെ അതുപോലെ നിങ്ങൾ വരാത്തതിൻ്റെ ആ ഒരു ഭയം, അവർ തന്നെ ചെയ്ത പ്രവൃത്തി അവരെ ബാധിക്കുമോ എന്നുള്ളൊരു ഭയം, അത് അവർക്ക് ശരിക്കും ഇപ്പോൾ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ അവർ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ ഒരു എല്ലാ ഒരു മനസ്സ് തളത്തിൽ മനസ്സെല്ലാം നമ്മൾ ചെയ്ത തെറ്റ് ഓർത്ത് നമുക്കൊരു സമാധാനം കിട്ടാത്ത, അല്ലെങ്കിൽ നമുക്ക് ഉറക്കമില്ലാത്ത ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും നിങ്ങളെ നശിപ്പിക്കാൻ നോക്കി. ഇനി അത് അവരിലേക്ക് തിരിച്ചു ചെല്ലുമോ, അവരനുഭവിക്കേണ്ടി വരുമോ എന്നുള്ള ഒരു പേടിയും ഭയവും അവരെ ബാധിച്ചിരിക്കുന്നു. കാരണം നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു സമയത്ത് നിങ്ങൾ തകർന്ന് കണ്ടിടത്ത് നിങ്ങളിപ്പോൾ ഉയർന്നു വരുന്ന കണ്ടപ്പോൾ
അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളെ എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അവർ നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷേ എങ്കിലും അവർ നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് അവരറിയുന്ന പോലെയാണ് അവർ നിങ്ങളെ നോക്കിക്കാണുന്നത്. നിങ്ങളെപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാ രീതിയിലും നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ നെഗറ്റീവുകൾ നിങ്ങളിലേക്ക് സ്പ്രെഡാക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ എങ്കിൽ പോലും നിങ്ങളൊരു പ്രത്യേക സോളാണ്. നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഇപ്പോൾ ഒരു പ്രൊട്ടക്ഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആ പ്രൊട്ടക്ഷൻ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഡിവൈൻ, നിങ്ങൾ വിശ്വസിക്കുന്ന ആരെയാണോ, ഏത് ഈശ്വരനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, ആ ഈശ്വരൻ്റെ ഒരു കടാക്ഷം അല്ലെ ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ടെന്ന് തന്നെ പറയണം. കാരണം അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത്രയും പ്യുവറായിട്ടുള്ള ഒരു ഓറയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവർ നിങ്ങളുടെ ശത്രു, നിങ്ങളെ നശിപ്പിച്ച ശത്രുക്കൾ, നിങ്ങളുടെ കൂടെ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഇടയിൽ പെട്ടോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ബന്ധത്തിലോ ഏത് രീതിയിലാണ് നിങ്ങളെ തകർക്കാൻ ശ്രമിച്ച, നിങ്ങൾ വിഷമിക്കണമെന്ന് ആഗ്രഹിച്ച്, നിങ്ങളെ കരയിച്ച, നിങ്ങളെ ഒത്തിരി ബുദ്ധിമുട്ടിച്ച ആ ശത്രുക്കൾ ഇപ്പോൾ അനുഭവിക്കുന്നത് അവർക്കുള്ള തിരിച്ചടിയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. തിരിച്ചടി ഏൽക്കാനുള്ളൊരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്. കാരണം അവർക്ക് ഭയമാണ് ഇപ്പോൾ നിങ്ങളെ. കാരണം നിങ്ങൾ എന്ത് ചെയ്താണ് ഈ പ്രൊട്ടക്ഷൻ, നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ഒരു മാറ്റം, നിങ്ങൾ എന്താണ് ഇങ്ങനെ മാറി വളരെ ഒരു കോൺഫിഡൻറ്റോടുകൂടി ലൈഫിൽ പോകുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ് അവരെ ഭയം പറയുന്നത്. കാരണം എല്ലാവരും തകർന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഉയർന്നുയർന്ന് ഓരോ പടിപടിയായിട്ട് പോകുമ്പോഴും നിങ്ങളൊരു ചെറിയ പ്രശ്നം കണ്ടാലോ വലിയ പ്രശ്നം കണ്ടാലോ അവിടെ നിങ്ങൾ യാതൊരു വിധത്തിലുള്ള എഫക്റ്റും ഇടാൻ പോകുന്നില്ല. അതിനെയെല്ലാം അതിൻ്റെതായ രീതിയിൽ തരണം ചെയ്യാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടേതായ കാര്യങ്ങൾ, ജോലി, നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങൾ നിൽക്കുന്ന ഇടം, എല്ലാ രീതിയിലും നിങ്ങൾ അവിടെ ഒരു പോസിറ്റീവ് എനർജി എടുത്ത് നിങ്ങൾ നിൽക്കുകയാണ്. ഒരിതിലും നിങ്ങൾ തകർന്ന് നിൽക്കുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയായതുകൊണ്ട് തന്നെ അവർക്കറിയാം അവർ ചെയ്ത ഇതിൻ്റെ ഫലം അവരിനി അനുഭവിക്കേണ്ടി വരുമോ. നിങ്ങളെ ഭയക്കുന്നു അവർ. നിങ്ങളതിനുള്ള പ്രതിവിധി ചെയ്ത്, നിങ്ങളതിനുള്ള തിരിച്ചടികൾ ചെയ്ത് നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ടെന്നുള്ളൊരു ഭയം അവർക്കുണ്ട്. ആ ഭയത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. അവരിപ്പോൾ തലതിരിഞ്ഞ് നിൽക്കുന്നൊരു സിറ്റുവേഷൻ. കാരണം അവർക്ക് ഒന്നും സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനല്ല. മനസ്സിനോ രാത്രി അവർക്ക് എല്ലാ രീതിയിലും മനസ്സമാധാനക്കേടെന്ന് തന്നെ പറയാം. എല്ലാ രീതിയിലും അവർക്ക് മനസ്സമാധാനക്കേടും ഭയവുമാണ് ഇപ്പം നിങ്ങളോടുള്ളത്. കാരണം നിങ്ങളുടെ ആ മാറ്റം അവരെ ഒത്തിരിയധികം ഭയപ്പിക്കുന്നു. അതാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത്. എന്നാലും അവർ ചെറിയ ചെറിയ നെഗറ്റീവുകൾ നിങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ എപ്പോഴും നിരീക്ഷിക്കുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട്. നിങ്ങളെന്താ ചെയ്യുന്ന, അടുത്ത പടി നിങ്ങളെന്താ ചെയ്യുന്നത്, നിങ്ങളുടെ പുറകെ തന്നെ അവരുടെ നിങ്ങളോടുള്ള ഒരു ഇതുണ്ട്, സമീപനമുണ്ട്. അത് നിങ്ങളറിയാതെ അവരുടെ ആ ഒരു ഇത് എപ്പോഴും നിങ്ങളിലേക്കുണ്ട്. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ വളരെ പ്യുവറായിട്ടുള്ളൊരു സോളാണ്. നിങ്ങൾ വളരെ ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഈശ്വരൻ്റെ ഒരു പ്രൊട്ടക്ഷനിൽ നിങ്ങളിപ്പോൾ നിൽക്കുകയാണ്. നിങ്ങളെല്ലാം നേരായ രീതിയിൽ ഉചിതമായൊരു തീരുമാനമെടുത്ത് നിങ്ങളുടേതായ ഒരു ധൈര്യമെടുത്ത് മുന്നോട്ട് പോയതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ കിട്ടുന്നതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ലൈഫിൽ നിങ്ങൾക്ക് ഉയരാനുള്ള എല്ലാ സാധ്യതകളും ഇനിയും മുന്നോട്ട് കിടക്കുന്നു. നിങ്ങൾ ഏത് അവസ്ഥ വരെ, ഏത് അറ്റം വരെ നിങ്ങൾ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ആ അറ്റം വരെ നിങ്ങൾക്ക് എത്തിക്കാനുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഈശ്വരൻ്റെ ഭാഗത്തുനിന്നും ഡിവൈൻ്റെ ഭാഗത്തുനിന്നും അതിനോടൊപ്പം നിങ്ങളെ കാണുന്ന യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്നും കിട്ടും. കാരണം അത്രത്തോളം പോസിറ്റീവ് എനർജി പ്യുവറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സക്സസ്സും നിങ്ങളുടെ ലൈഫിൽ ഏതറ്റം വരെ നിങ്ങൾ വിജയിക്കാൻ പോകുമോ ആ അറ്റം വരെ നിങ്ങൾക്ക് ഒരു സക്സസ് തരാൻ നിങ്ങളുടെ കൂടെ ഈ ഒരു ഡിവൈൻ പവർ ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം അത്രത്തോളം നിങ്ങൾ കരഞ്ഞു തീർത്തു, നിങ്ങൾ ജീവിച്ചു, നിങ്ങൾ വിഷമിച്ചു. ഇനി നിങ്ങളുടെ ദിവസങ്ങളാണ്. ഇനി നിങ്ങൾ നേടിയെടുത്ത നിങ്ങളുടെ ആ ഒരു ഇച്ഛാശക്തി കൊണ്ട് നിങ്ങൾ നേടിയെടുത്ത ആ ഒരു അവസ്ഥയെ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യേണ്ട ടൈമാണ്. ആരുടെയും മുമ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആരുടെയും മുമ്പിൽ നിങ്ങൾ ഒരിക്കലും തളരില്ല. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഉയർച്ചയ്ക്ക് കിട്ടേണ്ടതായിട്ടുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാനുള്ള എല്ലാ സക്സസ്സും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അത്രത്തോളം നിങ്ങൾ പ്യുവറായിട്ടുള്ള ഒരു സോളായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇനിയും നിങ്ങൾക്ക് വളരാം, ഇനിയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാം, ഏതറ്റം വരെ നിങ്ങൾക്ക് പോകാം. അതിനെല്ലാം നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാകും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വെൽത്ത്,
ആ ഒരു പൊസിഷൻ, ആ ഒരു വലിയൊരു ബിസിനസ് കരിയർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടത് അടിസ്ഥാനപരമായിട്ട് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ നേട്ടങ്ങൾ കൊയ്തെടുക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളെ തകർക്കാനും നിങ്ങളെ നശിപ്പിച്ചവരും ഇടയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെട്ട് വന്ന ഒരു ലൈഫാണ്. അപ്പോൾ ആ രക്ഷപ്പെട്ട അവസ്ഥയിൽ നിങ്ങളെ തകർക്കാനും നശിപ്പിച്ചവരിൽ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥ നിങ്ങളെ ഭയന്ന്, നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ മാറ്റത്തെ കണ്ട് ഭയന്ന് നിങ്ങളെ തകർക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷനാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷം, കാരണം അവർ ചെയ്ത പ്രവൃത്തികൾ അവിടെ ഫലിച്ചു എന്നുള്ള സന്തോഷം. പക്ഷേ ഇനി അത് അവരിലേക്ക് തിരിച്ചു പോകുമോ എന്നുള്ള, അവർ ചെയ്തു വെച്ചത് കാര്യങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയാകുമോ എന്നുള്ളൊരു ഭയത്തിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഉറക്കമില്ല, അവർക്ക് സമാധാനമില്ല, അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു, നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ടും ഇപ്പോഴും അവർ നിങ്ങളിലേക്ക് ചെറിയ ചെറിയ നെഗറ്റിവിറ്റികൾ സ്പ്രെഡാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് നിങ്ങളുടെ പതനം കാണാതെ ഒരു സമാധാനം കിട്ടില്ല എന്നൊരവസ്ഥയാണ്. പക്ഷേ എങ്കിൽ പോലും അതൊന്നും നിങ്ങളെ ബാധിക്കില്ല എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു പ്രശ്നങ്ങളുമില്ല. അവരിലേക്കാണ് അവരുടെ കർമ്മ തിരിച്ചടിക്കാൻ പോകുന്നത്. അവർ ചെയ്ത വെച്ച കാര്യങ്ങൾ അവരിലേക്കാണ് പോകുന്നത്. ഇനി മനസ്സമാധാനമില്ലാതെ, ഒരു സമാധാനമില്ലാതെ, സന്തോഷമില്ലാത്ത ദിവസങ്ങൾ മാത്രമായിരിക്കും അവർക്ക്. അവരെന്ത് ചെയ്തോ നിങ്ങൾക്കെതിരെ അതെല്ലാം അവർക്ക് തന്നെ ബാധിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ശത്രുക്കൾ ഇപ്പോൾ ശത്രുക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ നിങ്ങളെ തകർക്കാൻ പറ്റില്ലെന്ന നിങ്ങളെ തകർക്കാൻ പറ്റില്ലെന്ന് അവർക്ക് ഉറച്ച ഒരു കാര്യം മനസ്സിലായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവർ ഭയന്ന് വിറച്ച് ഇപ്പോൾ നിങ്ങളെ ഭയന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് അവർക്കുള്ളത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ വളരെ പ്യുവറായിട്ടുള്ള ഒരാളാണ്, അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് വളർത്താം, നിങ്ങളെ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിനൊക്കെ നിങ്ങൾക്ക് എല്ലാ സക്സസ്സും ഉണ്ടാകും. അതിന് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്നും നിങ്ങൾ വിശ്വസിക്കുന്ന ഡിവൈൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ കറണ്ട് എനർജിയിൽ അതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഡിവൈനോട് നന്ദി പറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങളെ കാണുന്ന, നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി തരുന്ന യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞും നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോയിലെ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്തെടുക്കുക. വീഡിയോ കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിശദമായ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ റീഡിംഗ് എന്ന മെസ്സേജ് ഇട്ടാൽ വിശദമായ പേഴ്സണൽ റീഡിംഗ് ഇതോടുകൂടി എടുത്തു തരുന്നതായിരിക്കും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക.